ഹലോ ഗായ്സ്, നമ്മുടെ ആക്രിക്ക് എടുത്തുകൊണ്ട് വന്ന പട്ടിക്കൂടിൻ്റെ രൂപകൽപ്പന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പട്ടിക്കുട്ടിക്ക് ഒരു ജീവിതമാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണിയിലേക്കാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിന് നമ്മൾ ജീവിതമാക്കാനൊരു ചേട്ടനൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ പട്ടിക്ക് ഒരു ജീവിതം നമ്മൾ ഇതും കൊണ്ടാക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണി നമ്മളിങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് കാണാം. അത് കാലൊന്നും ഇല്ലായിരുന്നു. ഇപ്പം 4 കാലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. 3 കാലം ആയുള്ളൂ. ഇനി ഒരു കാലൂടെ വെക്കണം. ഈ കാലൊക്കെ വെച്ച് ഇത് ലെവലായിട്ട് ഇരിക്കണ്ടേ, നമ്മുടെ പണിയല്ലേ. അപ്പോൾ അതിന് കാല് പിടിപ്പിക്കുന്ന പണിയാണ് നമ്മൾ നടത്തുന്നത്. ഈ കാര്യങ്ങൾ വെച്ച് കഴിയുമ്പോൾ 4 കാലമുള്ളൂ. വെൽഡിങ് മെഷീനാ? വെൽഡിങ് മെഷീൻ അല്ലാതെ വെൽഡ് ചെയ്യാൻ പറ്റുമോ? നീ എന്നെ പറയാം. അപ്പോൾ ഇതിന് ചെറിയൊരു വെൽഡിങ് മെഷീനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ വെച്ചാൽ നമ്മളിതിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Turn this room, turn it to an ocean. Let me float around. ഇരുമ്പ് കത്താൻ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടെ. ഇല്ല, നമ്മൾ ചെയ്ത് പഠിക്കുമല്ലേ. കുരു ഒന്നുമില്ല. സ്വയം കുരു. മണ്ടേ പൊങ്ങി നിൽക്കുന്ന കാലൊക്കെ പുള്ളി വെട്ടിക്കളയാം കേട്ടോ. മണ്ടേ പൊങ്ങി നിൽക്കുന്ന കാലെല്ലാം പുള്ളി വെട്ടിക്കളയാം കേട്ടോ. കൂടുതലായിട്ട് നിൽക്കുന്ന സാധനങ്ങളൊക്കെ മിക്സാൻ വെച്ച്
ഹലോ ഗായ്സ്, നമ്മുടെ പട്ടിക്കൂട് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. പലകയൊക്കെ അടിച്ചു, പോയ 4 കാലും മാറ്റി, പോയ കമ്പിയെല്ലാം മാറ്റി, പട്ടയൊക്കെ പോയതൊക്കെ മാറ്റി വെൽഡ് ചെയ്തിട്ടിട്ടുണ്ട്. അടി പലകയൊക്കെ വെച്ചു, 4 സൈഡ് കമ്പി പോയിട്ടുണ്ട്, കമ്പിയൊക്കെ മാറ്റി, ഡോറൊക്കെ സെറ്റാക്കി വെച്ചു. മണ്ടയിൽ ഓടിടാനുള്ള സെറ്റപ്പിലായിരുന്നു. അതിൻ്റെ പോരായിയൊക്കെ പരിഹരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളത് പേപ്പർ അടിച്ച് തുരുമ്പെല്ലാം, കമ്പിയുടെ തുരുമ്പെല്ലാം നല്ല സൂപ്പറായിട്ട് പേപ്പർ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ പ്രൈമർ മെറ്റൽ പ്രൈമറൊക്കെ അടിച്ചാൽ മതി. മെറ്റൽ പ്രൈമറും അടിച്ച് ഒറ്റക്കോട്ട് എപ്പോക്സിയും കൂടെ അടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. പിന്നെ തുരുമ്പെടുക്കുകയില്ല, അവിടെ കിടന്നോളും. അപ്പം അതിൻ്റെ പോരായ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിത് കൊടുക്കുന്ന ആൾ ചെയ്തെടുത്തോളും. പെയിൻ്റ് അടിക്കാനുള്ള ഭാഗം വരെ നമ്മൾ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. നല്ല തേക്കിൻ്റെ പലകയാണ് അടിയിലിട്ടേക്കുന്നത്. നമ്മുടെ ഉപയോഗിക്കുന്ന ആൾ തന്നെ തന്നുവിട്ട പലകയാണ്. അതുകൊണ്ട് നല്ല തേക്കിൻ്റെ പലക തന്നെ ഇട്ടേക്കുന്നത്. അടിയിൽ പലക ഇട്ടേക്കുന്നത് നമുക്ക് പട്ടി അപ്പിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ കഴുകി കളയാനും ഒക്കെ ഏറ്റവും എളുപ്പം പലകയാണ്. അപ്പോൾ പലകപ്പുറത്താകുമ്പോൾ എല്ലാം കഴുകി അങ്ങ് പൊക്കോളും, വൃത്തിയായിട്ട് കിടന്നോളും. പട്ടിക്കും നല്ലത് പലകയാണ്. ഇത് നമ്മൾ ഓടിടാനുള്ള ഇതാണ് ഇട്ടേക്കുന്നത്. ഓടിൻ്റെ പാത്തിയാണ് വെട്ടിയിട്ടേക്കുന്നത്. ഇപ്പോൾ ഓടായിടുന്നത്. ഓടൊക്കെ ഇട്ട് നല്ല സെറ്റായിക്കോളും. ആക്രിക്ക് നമുക്കൊരു 10,000-3000 രൂപയ്ക്ക് നമ്മൾ എടുത്താൽ ഇനിയിപ്പോൾ പണിത് ഒരു 15,000 രൂപ 6,000 രൂപയ്ക്ക് ആവും കൊടുക്കാം. ആ റേഞ്ച് കൊടുക്കാം, കുഴപ്പമില്ല. നമ്മുടെ അടുത്ത പട്ടിക്കൂടൊക്കെ ആയിട്ട് വരുന്നത് വരെ ഈ പട്ടിക്കൂടിൻ്റെ പണിയൊക്കെ തീർന്ന് ഇനി എവിടുന്നേലും കിട്ടുമ്പം അടുത്ത പട്ടിക്കൂടോ കോഴിക്കൂടോ ഒക്കെ ഞാൻ ഉണ്ടാക്കും. അന്നേരം നമുക്ക് കാണാം.